ഗൈസ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ പുതിയ ചെരുപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഈ കളർ എന്താണ് വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ചെളിയാകുമ്പോൾ അറിയില്ല അങ്ങനെ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. വിനുവിൻ്റെ ഔട്ട്ഫിറ്റ് പിന്നെ യൂണിഫോം ആണ്. പിന്നെ എൻ്റെ കോസ്റ്റ്യൂം ഒന്നും അങ്ങനെ ഇല്ല. യൂണിഫോം ആണ്, ഫുൾ യൂണിഫോം. വൈറ്റ് സോക്സ് ഒക്കെ ഉണ്ട്. അപ്പം എൻ്റെ കോസ്റ്റ്യൂം ഇതാണ് ഗൈസ്. ഞാൻ പുതിയ ചെരുപ്പ് വാങ്ങിയത്. ഇതാണ് ചെരുപ്പ്. ഇവരെ അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇനി സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മീനു ഇവിടെ നിൽക്കുകയാണ്. അമ്മേൻ്റെ ഒപ്പമാണ് നമ്മൾ പോകുന്നത്. ഞാൻ അമ്മ വരുന്നുണ്ട് കേട്ടോ. അമ്മയുടെ ഒപ്പമാണ് പോകുന്നത്. ഇവളുടെ അമ്മേൻ്റെ ഒപ്പം സ്കൂളിലേക്ക് പോകും. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് സ്കൂൾ ബസ്സൊക്കെ ഒഴിവാക്കി ഗൈസ്. ഇപ്പൊ സ്കൂൾ ബസ്സിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. കൊറേ ബസ്സിന്റെ പീപ്പി ഒക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? ഹോൺ ഹോൺ. അപ്പൊ നമുക്ക് പോകുന്ന വഴി കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാട്ടാ. പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മള് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെല്ലാം പറഞ്ഞു കേട്ടൊന്നുമില്ല. എന്റെ വന്ന് ഇരുന്നോട്ടെ. ഹായ്, അവിടെ അവന്തു ആണ്. അവന്തു നമ്മുടെ സ്കൂളിൽ തന്നെയാണ്. ഇവിടെയാണ് ഗൈസ് ഞങ്ങള് സ്കൂൾ ബസ് കാത്തു നിൽക്കാറ് കേട്ടോ. ഇതാണ് കേട്ടോ ഗൈസ് തമ്പിയേട്ടന്റെ പള്ളി. ഇതാണ് നമ്മുടെ തമ്പിയേട്ടന്റെ വീട്. ഈ വഴിയൊക്കെ ഞാൻ സ്കൂൾ വിട്ടിട്ട് നടന്നു വരാറുണ്ട്. പിന്നെ ഇതാണ് ഞാൻ സ്കൂളിൽ വിട്ട് വരുമ്പോൾ മിഠായി വാങ്ങാറുള്ളത്. മർഹബ. പിന്നെ അച്ഛന് പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടും. കുറെ ഫ്രണ്ട്സിനും പഴയ ഫ്രണ്ട്സൊക്കെ കൂടി അച്ഛന് ഗ്യാങ്ങാവല്ലേ. അച്ഛയോ ഉറങ്ങി വണ്ടി വരുന്നത്? അല്ലല്ല, ഉറങ്ങുന്നില്ല. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്കൂള്. ഞങ്ങൾക്ക് കോട്ട് കിട്ടിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് കളർ ഡ്രസ്സ് ഇട്ടത്. പിന്നെ ഫോൺ അലൗഡ് അല്ല കേട്ടോ സ്കൂളിലേക്ക്. അപ്പോൾ സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് പറയാം കേട്ടോ വൈകുന്നേരം. ഇവിടെ ചെയറൊക്കെ ഇട്ട്, സ്കൂളിൽ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് വൈകുന്നേരം വന്നിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ബൈ ബൈ പറയാം. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഡേ കഴിഞ്ഞ് നമ്മൾ സ്കൂളിൻ്റെ പുറത്തെത്തിയിരിക്കുന്നു കേട്ടോ. ഇന്ന് അടിപൊളി ഡേ ആയിരുന്നു. പക്ഷെ എനിക്ക് പനിയായിരുന്നു ഗൈസ്. സ്കൂൾ തുറക്കാനായി പനി വന്നു. എനിക്ക് നല്ല അടിപൊളി ഡേ ആയിരുന്നു ഇന്ന്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എ ഡിവിഷനിലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ബി ഡിവിഷനിലായിരുന്നു. അർച്ചന, വിത്രഗംഗ, അഞ്ജിക, അരുനന്ദ, ആദിശ്രീ അവരൊക്കെ ബി ഡിവിഷനിലായിരുന്നു. അപ്പം എനിക്ക് സങ്കടമായി. ആകെ ഇവള് മാത്രമേ ഉള്ളൂ എ ഡിവിഷനിൽ. അപ്പം ഞാൻ മിസ്സിനോട് ചോദിച്ചു. ലയന മിസ് ആയിരുന്നു. അപ്പം ലയന മിസ്സിനോട് ചോദിച്ചപ്പോൾ മിസ് പറഞ്ഞു നോക്കാമെന്ന്. എന്നിട്ട് ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ മിസ് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് രണ്ടാമത് ഇവൾക്ക് വരണ്ട പറഞ്ഞു. ഞങ്ങൾക്ക് വേറൊരു ഫ്രണ്ടിനെ കിട്ടി, പാർവതി പറഞ്ഞിട്ട്. അപ്പം അവളേനെ കിട്ടി. അപ്പം ഇവള് പറഞ്ഞു എനിക്ക് വരണ്ടാന്ന്. അപ്പം ഞാൻ മിസ്സിനോട് ചോദിച്ചപ്പോൾ മിസ് പറഞ്ഞു എന്നാൽ വേഗം ബാഗ് എടുത്ത് പോയിക്കാന്ന്. അപ്പം ഞാൻ അപ്പം എന്നെ വേഗം ഓടി പോയിട്ടോ ബാഗിക്ക് അല്ല ക്ലാസ്സിക്ക്. അങ്ങനെ അവരുടെ കൂടെ പോയി. പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് പ്ലേറ്റ് കിട്ടിയില്ല. ഞങ്ങൾ പ്ലേറ്റ് കൊണ്ടുപോകാൻ മറന്നു. അപ്പോൾ ഞങ്ങൾക്ക് പ്ലേറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ 3 പേരും ഒരു പ്ലേറ്റിൽ കഴിച്ചാണ്. അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് കഴിച്ചു. പിന്നെ അതെ ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവൾക്ക് സ്കൂളിലേക്ക് ചെന്ന ഉടനെ ഇവൾക്കൊരു 5 ഫോളോവേഴ്സ് വന്നിട്ട് പറഞ്ഞു വ്ളോഗ് ചെയ്യുന്ന കുട്ടിയല്ലേ പറഞ്ഞിട്ട്. എനിക്ക് ചെന്നപാടെ കുറച്ച് പേര് കളിയാക്കായിരുന്നു.
നേരെ ചുവന്റെ പേര് പറയാനും കൂടെ അറിയാതെ കുറെ പേര് കളിക്കാം. സിൻസിയറിന്റെ ഇതിന് സീനിയർ പറഞ്ഞിട്ട് കുറെ പേര് കളിയാക്കായിരുന്നു കേട്ടാ. അടിപൊളി ഡേ ആയിരുന്നു. പിന്നെ എന്നെയും എന്റെ ഫ്രണ്ടിനും സീറ്റ് മാറ്റി. അതാണ് ഇവളുടെ ഏക വലിയ വിഷമം. ഞാൻ ഇവള് കുറെ കളിയാക്കിയിരുന്നു. ആദ്യം ഉണ്ടല്ലോ ഇവള് പറഞ്ഞു എന്നോട് ഈ ഏലല്ലേ ഈയല്ലേ പറഞ്ഞത് ഞാൻ ഇന്ന ക്ലാസ് മാറ്റി നിന്നിട്ട് ഈയല്ലേ ക്ലാസ് മാറി പറഞ്ഞു. ഇപ്പൊ എന്തായി, ഇപ്പൊ അവളെ ഇതാക്കി സീറ്റ് മാറ്റിയാലും ഇവൾക്ക് അതേപോലെയാ. അപ്പൊ അമ്മയും അവന്തൂരിന്റെ അമ്മയും കൂടിയിട്ട് വണ്ടിയിൽ പോയി. വണ്ടിയിൽ പോയി. ഞങ്ങൾ ബൈക്കിലാണ് കേട്ടോ പോണത്. പോണ വഴിക്ക് നമുക്ക് എന്തേലൊക്കെ വാങ്ങി കഴിക്കാം. അപ്പൊ ഗൈസ് വരുന്ന വഴി ലൈം കുടിക്കാനായിട്ട് നമ്മുടെ പീറ്ററേട്ടൻ്റെ കടയിലേക്ക് ഒന്ന് കയറിയിട്ടാ. ഞാനെപ്പോഴും സ്കൂളൊക്കെ വിട്ട് നടന്നു വരുമ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് മിഠായികളൊക്കെ വാങ്ങാറ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറിയിട്ട് 3 പപ്സും അതുപോലെ 4 ലൈമും പറഞ്ഞു. പപ്സ് നല്ല അടിപൊളിയാണ്. അച്ഛൻ സോസ് ഒഴിക്കുന്നത് എങ്ങനെയാ അറിയോ? സോസിന്റെ മൂടി തുറക്കാതെ ഇങ്ങനെ അമർത്തുക സോസിന്. അല്ല അതുകൊണ്ട് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അപ്പൊ അവനും ഇപ്പോ ഞങ്ങളുടെ ഒപ്പം ഇനി അടുത്ത മുതൽ സ്കൂൾ ബസ്സിലല്ലായിരുന്നു. സ്കൂൾ ബസ്സില് ഞങ്ങള് 3 പേരും ആദ്യമായിട്ടാണ് ഒരുമിച്ച് സ്കൂളിൽ പോകണം ആദ്യമായിട്ടാണ്. അപ്പൊ മീനും അവിടെ 1 കൊല്ലം കൂടെ കഴിഞ്ഞ വരും. 2 കൊല്ലം കൂടെ കഴിക്കാം. പപ്സ് നല്ല സൂപ്പറാണ്. നല്ല ഇഷ്ടപ്പെട്ടു. ഇതിന്റെ മുട്ട നല്ല വലുതാണ്. എത്ര മുട്ട സത്യമായിട്ട് ഇതിന്റെ മുട്ട നല്ല വലുതാണ്. കുടിച്ചോടി. ലൈമ് വന്നു കുടിച്ചത് പനി ആയതുകൊണ്ട് തണുപ്പില്ലാത്ത ലൈമ്. ഇപ്പൊ നമുക്ക് ലൈം കുടിക്കാം. അയ്യടാ സൂപ്പർ. അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കയാണ്. അവന്തൂര് ഇനി വീട്ടിൽ ഉണ്ടാക്കണല്ലേ? എന്തോ അച്ഛയോടെ ലൈൻ കുടിച്ചിട്ടുള്ള ക്ഷീണത്തിൽ കിടക്കാണ്. അവിടെ കിടക്കാണ് കണ്ട ഉറങ്ങ. ഇനി നാളെ ഇന്ന് അച്ചു നേരത്തെ എണീറ്റില്ല കേട്ടോ. ഞാനും ഇനി നേരത്തെ എണീറ്റിട്ട് പല്ല് തേച്ചു. അപ്പൊ അപ്പോഴും ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങ്. എന്നിട്ടൊരു നമ്മുടെ അടുത്തുനിന്ന് ഒരു ചീത്ത കേട്ടപ്പോ എണീറ്റു. എന്നിട്ട് ഓടി പല്ല് തേക്കാനായിട്ട്. പിന്നെ അവന്ന് നേരത്തെ എണീക്കും കേട്ടോ. അവളുടെ അമ്മയ്ക്ക് ജോലി ഉണ്ട്. അപ്പോൾ അവള് നേരത്തെ എണീക്കും. ഇന്ന് പോയിട്ടില്ലല്ലോ. അവൾക്ക് ജോലിക്ക് പോവാൻ വേണ്ടിട്ട് നേരത്തെ എണീക്കും. അപ്പൊ ഇവളും കൂടെ എണീറ്റിട്ട് പോവും. അണക്കുണ്ടല്ലോ മാർബിൾ സെയിലേഴ്സ് എന്ന് പറഞ്ഞപ്പോ എന്താ തോന്നണു? നല്ല വിഷമമുണ്ട്. നല്ല വിഷമം. പഴങ്ങിയില് ഇപ്പൊ എന്താ അറിയില്ല. പഴങ്ങിയില് അതേപോലെ തന്നെ, പക്ഷെ മാർബിൾ സെയിലേഴ്സിൽ ഇരിക്കുന്ന പോലെ അത്ര തോന്നുന്നു. അവിടെയാണ് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുന്നത്. അവിടെയാണ് കുറെ ഫ്രണ്ട്സ്. ഇവിടെ കുറെ പരിചയമില്ലാത്ത ന്യൂ ഫ്രണ്ട്സ് ആണ്. ആകെ ഒരു ഫ്രണ്ടിനെ കിട്ടിയുള്ളൂ. പിന്നെ നീ പാർവതി. അത് പാർവതിനെ എനിക്ക് അറിയില്ല. അത് എന്റെ ഫ്രണ്ടില് അർച്ചന വിത്രണ്ട അവരുടെ ഒപ്പം ഡാൻസ് കളിച്ചതാണ് പാർവതി. അപ്പൊ അവരോട് വെച്ചപ്പോ അവർക്കറിയാൻ പറഞ്ഞു. പിന്നെ ഇവളുടെ ഫ്രണ്ടായി അവള് അല്ലേ? പിന്നെന്തുണ്ടായി? പറഞ്ഞോ എന്ത് അന്ന് കളിക്കാൻ വരും വീട്ടിക്ക്. എന്നിട്ട് ട്യൂഷനില്ലേ? അയ്യോ എന്റെ കൂടെ കളിക്കാൻ പാടി. അമ്മ ചെലപ്പോ ഇതിന്റെ ഉള്ളിലുണ്ടാവും. ട്യൂഷന് വേണ്ടിട്ട് വരാം. ട്യൂഷന് വേണ്ടിട്ട് കുറച്ച് ഒരു 4 മണിയാകുമ്പോ അങ്ങോട്ട് പോയോ. രാഹുൽ കുട്ടല്ലേ ഇറങ്ങി പോവാണ്. അപ്പൊ ഗൈസ് അവന്തുവിന്റെ വീടെത്തി. അപ്പൊ അവന്തു ഇവിടെ ഇറങ്ങാണ് കേട്ടോ. പിന്നെ ട്യൂഷന് കാണും.
ട്യൂഷന് ആ ട്യൂഷൻ വരാം. ട്യൂഷൻ വരാട്ടാ. ട്യൂഷൻ ഓക്കെ ബൈ. അന്റെ അമ്മേനോട് പറഞ്ഞോ. ട്യൂഷൻ 4 മണിയാകുമ്പോ. എന്താ ബാഡ്ജ് അവധൂര് ട്യൂഷന് വിടുന്നില്ലേ? 5 മണി ഒരു 4:30 ആകുമ്പോ വിട്ടോ. 5 മണിക്കാണ് ട്യൂഷൻ തുടങ്ങുക. ആ അതിൽ കൂടെയാണ് ഞാനും മീനൊക്കെ പോവാ. ആ ശരി എന്തോ 4 മണിയാകുമ്പോ കാണാം. 4:30 ആകുമ്പോ കാണാം. ബൈ. അപ്പൊ ഗൈസ് ഞങ്ങളും വീട്ടിലെത്തി. ആദ്യം പോയത് ഞങ്ങളാണ്. ആദ്യം വീട്ടിലെത്തിയത് ഞങ്ങളത് അല്ല. മീനും വീട്ടിലെത്തി ഗൈസ്.